വീഡിയോ. ഡേ 3 നമുക്ക് പ്ലാൻ ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനലിലെ കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യണം ആദ്യം തന്നെ. ആ ഒരു സ്ട്രാറ്റജി അനുസരിച്ചുള്ള കണ്ടന്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ. അപ്പൊ എന്തൊക്കെ ടൈപ്സ് കണ്ടന്റ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും? ട്യൂട്ടോറിയൽസ് ഉണ്ട്, ബിഹൈൻഡ് ദ സീൻസ് ചെയ്യാം, ചലഞ്ചസ് വീഡിയോസ് ഉണ്ട്, പ്രൊഡക്റ്റ് റിവ്യൂസ് ചെയ്യാൻ പറ്റും, വ്ളോഗ്സ് അബൌട്ട് ഡെയിലി ലൈഫ് വീഡിയോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഷൂട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നത് വീഡിയോ ഐഡിയാസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് നമ്മൾ തന്നെ ചോദിക്കാം എങ്ങനത്തെ കണ്ടന്റ് ആയിരിക്കും നമ്മുടെ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. പിന്നെ പോപ്പുലർ ആയിട്ട് ട്രെൻഡിങ്ങിൽ വരുന്ന ടോപ്പിക്സ് നമ്മുടെ ഏരിയയിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചൂസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അതർ ക്രിയേറ്റേഴ്സിന്റെ നല്ല റീച്ച് കിട്ടുന്ന കണ്ടന്റുകൾ നമുക്ക് ഒബ്സർവ് ചെയ്യണം. പിന്നെ ഓഡിയൻസിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ആൻസർ വരുന്ന കണ്ടന്റുകൾ നമുക്ക് പോസ്റ്റ് ചെയ്ത് അത് അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഗൂഗിൾ ട്രെൻഡ്സ്, ആൻസർ ദ പബ്ലിക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിൽ പോയിട്ട് ട്രെൻഡിങ് ടോപ്പിക്കുകൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടും പോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടന്റ് പ്ലാനിങ്ങിന് വരുന്ന ഈസി ആക്കാൻ പറ്റുന്ന ടൂൾസുകളാണ് ഗൂഗിൾ ഷീറ്റ്. ഗൂഗിൾ ഷീറ്റ് ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാൽ നമുക്കൊന്ന് നോക്കാം ഗൂഗിൾ ഷീറ്റിൽ എങ്ങനെയാണ്. ഇപ്പൊ ഗൂഗിൾ ഡ്രൈവ് ആണ്. ഡ്രൈവിൽ നമുക്ക് ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് എന്ന് വരുന്ന ഇവിടെ എന്ത് ചെയ്യണം? അൺടൈറ്റിൽഡ് യൂട്യൂബ് കോണ്ടന്റ് പ്ലാനർ. ഇവിടെ ഡേറ്റിനനുസരിച്ചിട്ടുള്ള കണ്ടന്റ് നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്യുക. എന്തൊക്കെ ടോപ്പിക്സ് ചെയ്യും, ഏതൊക്കെ ഡേയ്സിൽ ചെയ്യും, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം, ഷൂട്ടിങ്, എഡിറ്റിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ കറക്റ്റ് ആയിട്ട് എന്ന് പോസ്റ്റ് ചെയ്യാനുള്ളതെല്ലാം ഐഡിയ വരുത്താനുള്ള ഒരു ടൂളാണ് ഇത് നമുക്ക്. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ട്രെല്ലോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ട്രെല്ലോയിൽ നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ട്രെല്ലോയിൽ നമുക്ക് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ ഇതിൽ കിട്ടും. ആ ടെംപ്ലേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ സിമ്പിൾ പ്രൊജക്ട് ബോർഡാണ് നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ബോർഡ് ടൈറ്റിൽ എന്താ? യൂട്യൂബ് കണ്ടന്റ്, യൂട്യൂബ് ചാനൽ കണ്ടന്റ് പ്ലാനർ. ഇതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഇപ്പൊ ഇന്നത്തെ ടോപ്പിക് വരുന്നത് എന്താണ്? ഇന്നത്തെ ടോപ്പിക് നമ്മളെ ടോപ്പിക് ഹൗ ടു ബിക്കം വ്ളോഗർ എന്നാണ് നമ്മളെ ടോപ്പിക് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഓരോ ഡേയിൽ വരുന്ന ആഡ് നമുക്ക് ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ബ്രെയിൻ സ്റ്റോം ടു ഡു എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്യുക. ഈ കാർഡിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഡേ വണ്ണിൽ എന്തൊക്കെ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഒരു കാർഡ് ആഡ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് നമുക്ക് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. എഡിറ്റർ വേറെ ആളാണെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും, ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചെക്ക് ലിസ്റ്റ്, ഡേറ്റ്സ്, അറ്റാച്ച്മെന്റ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇമേജസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിനുശേഷം ഇത് ചെയ്യാം. ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞ കാര്യം നമുക്ക് ഡൂയിങ്ങിലേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് മാറ്റാം, ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിലേക്ക് മാറ്റാം, ചെയ്ത് കംപ്ലീറ്റ് ആയാൽ ഡണ്ണിലേക്ക് മാറ്റാം. ഇങ്ങനെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ട്രെല്ലോ യൂസ് ചെയ്ത് പഠിക്കുക. പിന്നെ വരുന്നത് നോഷൻ നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്തിട്ട് നോക്കുക എങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഗൂഗിൾ ഷീറ്റും ഗൂഗിൾ ട്രെല്ലോയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. പിന്നെ സിമ്പിൾ ആയിട്ട് കണ്ടന്റ് കലണ്ടർ. ഇനിയിപ്പോ ടൂൾസ് യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നോട്ടിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒന്ന് റെഡി ആയി വരുമ്പോൾ നമുക്ക് കുഞ്ഞു ഗൂഗിൾ ഷീറ്റുകളും ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാം. പിന്നെ ഫസ്റ്റ് ആയിട്ട് വേണ്ടത് പിക്ക് യുവർ അപ്ലോഡ് ഡേയ്സ്. ഇപ്പൊ എവരി മൺഡേ ആണ് എക്സാമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ മൺഡേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൺഡേ എഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം. എഡിറ്റ് കംപ്ലീറ്റ് ആയാൽ മാത്രം മൺഡേ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു മുന്നേ എന്ത് വേണം? സാറ്റർഡേ എന്ത് വേണം? ഫ്രൈഡേ എന്ത് ചെയ്യണം? ഫ്രൈഡേക്ക് ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമേ സാറ്റർഡേ സൺഡേ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് വെക്കാം.
റൈറ്റ് ഡൗൺ യുവർ വീഡിയോ ഐഡിയാസ് ഫോർ ഈച്ച് ഡേ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ മൺഡേ ടു മൺഡേ വരെയുള്ള കാര്യങ്ങൾ. സൺഡേ എന്ത് ചെയ്തു, അതിന് മുന്നേ ഉള്ള മൺഡേ എന്ത് ചെയ്തു, മൺഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്യൂസ്ഡേ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് പോവാം. പിന്നെ ഓരോ സ്റ്റെപ്പിനും ഡെഡ് ലൈൻസ് മസ്റ്റായിട്ടും വെയിറ്റ്. ഇപ്പൊ ഷൂട്ടിംഗ് ഫ്രൈഡേ കഴിഞ്ഞാൽ മാത്രമേ സാറ്റർഡേ സൺഡേ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം, ഡെഡ് ലൈൻസ് വെച്ചിട്ട് കൊണ്ടുപോവാം. ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക്, ഇപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ നിങ്ങൾക്ക് വരുന്ന ടാസ്ക്, പ്ലാൻ യുവർ ഫസ്റ്റ് 5 വീഡിയോസ്. ഫസ്റ്റിൽ പോസ്റ്റ് ചെയ്യാൻ കരുതുന്ന 5 വീഡിയോസ് നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യാം. അതിന്റെ ടൈറ്റിൽസ് എഴുതി വെക്കുക. മെയിൻ ഐഡിയ ഓഫ് ഈച്ച് വീഡിയോ എന്താണെന്നുള്ളതും ഡിസൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ക്യാമറ, മൊബൈൽ ക്യാമറയിൽ മതിയാവും. സ്ക്രിപ്റ്റ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ നെക്സ്റ്റ് വീഡിയോയുടെ ടൈറ്റിൽ എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.